കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടെ സ്നേഹപൂർവ്വം കൃപാഭിഷേകത്തിൻ്റെ ഈ വിടുതൽ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിലെ ബന്ധനങ്ങൾ അഴിയും. ഈ നാളുകൾ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവവചനം ഭക്ഷിക്കുക, ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അതിൽ നിന്ന് അണുവിട്ട് വ്യതിചലിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചോണം. ദൈവവചനം ജീവൻ്റെ വചനം. യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ദൈവവചനത്തിനകത്ത് ജീവനുണ്ട്, ആത്മാവുണ്ട്. അപ്പം അതുള്ളത് കൊണ്ട് അത് നമുക്ക് വലിയ വിടുതൽ തരുന്നു, വലിയ സൗഖ്യം തരുന്നു, വലിയ അഭിഷേകം തരുന്നു, വലിയ കൃപകൾ തരുന്നു, നമ്മളെ സൗഖ്യപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ഈ വചനത്തിൻ്റെ പവർ പലർക്കും ഈ നാളുകൾ അറിയത്തില്ലാതെ പോകുന്നൊരു സംഭവം. ദൈവവചനത്തിൻ്റെ ശക്തി അറിയത്തില്ല. They don't know the power of the word of God. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം 12:24 പറയും, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. ഹെബ്രായ 4:12 ഹെബ്രായ ലേഖകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചനം എന്താണെന്ന് പറയുക, കർത്താവിൻ്റെ വചനം വിരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ച് കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും ദുയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അതിൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിക്കും മറഞ്ഞിരിക്കുക സാധ്യമല്ല. ദൈവവചനം നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടല്ലോ, ആ വചനത്തിനകത്ത് ഹീലിംഗ് ഉണ്ട്, സൗഖ്യമുണ്ട്, എല്ലാം ഉണ്ട്. ദൈവവചനത്തിന് ഭയങ്കര പവറുണ്ട്. പലർക്കത് അറിഞ്ഞുകൂടത്. ദൈവവചനത്തിൻ്റെ ശക്തി അറിയത്തില്ല. ദൈവവചനത്തിൻ്റെ അതൊരു ഭാഗ്യമാണ്. ഈശോ പറയുന്ന വചനം ശരിക്കും യോഹന്നാൻ്റെ സുവിശേഷം 4:34 പറയും, ദൈവവചനം ഒരു ഭക്ഷണമായിട്ട് സ്വീകരിക്കാൻ, ഭക്ഷണമായിട്ട്. ഈശോ നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്, അതാണ് ദൈവവചനമാണത്. മത്തായി 4:4 വചനമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടാണ് ദൈവവചനത്തിൻ്റെ ശക്തി. എല്ലാ ദൈവവചനത്തിനകത്തൊരു അഭിഷേകമുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ നാം ഈശോയോട് കൂടുതൽ അടുക്കണം. ഈശോ തന്നെ ദൈവവചനമാണ് ഈശോ. അതാണ് യോഹന്നാൻ 1 അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വചനം വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുക. ദൈവവചനമായിരുന്നു. പരിശുദ്ധമ്മയുടെ ഉദരത്തിൽ വചനമാണ്, ദൈവവചനമാണ് മാംസം ധരിച്ചത്, ഈശോയായിട്ട് മാറിയത്. ദൈവവചനത്തിന് അത്രയൊരു പവർ, ക്രിയേറ്റീവ് പവറുണ്ട്. ലൂക്കാ 2:19, 2:51 പരിശുദ്ധമ്മ ഈ വചനം മാംസം ധരിപ്പിച്ചത് എങ്ങനെയാണ്? മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഗാഢമായിട്ട് ദൈവവചനം ഹൃദയത്തിൽ വച്ച് വളരെ ആത്മാർത്ഥമായി ചിന്തിക്കുന്നു, ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വചനം മാംസമായിട്ട്, അല്ലെങ്കിൽ ആ വചനം ജീവനായിട്ട് പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ പവർ നമ്മൾ അറിയണത്. അതാണ് ഈശ്വരൻ. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, പിതാവായ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനമായിരുന്നു ഈശോ, ദൈവവചനം. അതിൽ ചലിക്കുന്നത് പരിശുദ്ധമാവും. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു ദൈവമുള്ളൂ, പക്ഷേ ആ ദൈവത്തിൽ നമ്മൾ 3 ആളുകളുണ്ടെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതെങ്ങനെയാണ് പറയാൻ വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. അതായത് ദൈവമായ കർത്താവ് വചനം സംസാരിക്കുമ്പോൾ ദൈവം സ്വർഗപിതാവ് വചനമായ ഈശോ അവിടെ ചലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, അത് ഒന്നായിട്ടാണ്. അത് നമുക്ക് തിരിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഏറെ പ്രയാസമുള്ള വിഷയമാണ്. ഇപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി അതാണ് സംഭവിക്കേണ്ടത്. ആളുകൾ മാനസാന്തരപ്പെടണമെങ്കിൽ ദൈവവചനം കേൾക്കണം. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങളുണ്ടാകും. ദൈവവചനം പറയണം, വേറെ വചനം പറയരുത്. ലോകത്തിൻ്റെ വചനം പറഞ്ഞാൽ ആർക്കും ഒരു ജീവൻ ഉണ്ടാകത്തില്ല, അസ്വസ്ഥതയേ ഉണ്ടാകുള്ളൂ.
പല ക്ലാസ്സുകളും കേട്ട് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ട്. കാരണം ദൈവവചനം അവിടെ ഇല്ല, ജീവൻ്റെ വചനമില്ലാത്തതുകൊണ്ടാണ്. യോഹന്നാൻ 15:3 അതായത് അവരെങ്ങ് അവിടെ പറഞ്ഞു, യോഹന്നാൻ 15:3 പറയേ, എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വിശുദ്ധി ഉണ്ടായത് ദൈവവചനം വന്നപ്പോഴാണ്. അപ്പം നിനക്ക് വിശുദ്ധി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ബൈബിളിൽ നന്നായിട്ടൊന്ന് വായിക്കുക, വിശ്വസിക്കുക. മറ്റു പുസ്തകങ്ങളുടെ കൂടെ അല്ല ഇത് വെക്കേണ്ടത്. മറ്റു പുസ്തകങ്ങൾ കാണുന്ന പോലെ കാണരുത്, അതിൽ വിശ്വസിക്കണം. അതാണ് പരിശുദ്ധ അമ്മയും നമ്മൾ വ്യത്യാസം എന്നാണറിയോ? അമ്മയ്ക്ക് എങ്ങനെയാണ് വചനം സ്വീകരിക്കാൻ പറ്റിയത്? അമ്മയുടെ വിശ്വാസമാണ്. ആ വചനത്തിൽ ആ വ്യത്യാസമുണ്ട്. പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വാസത്തിൽ ആഴപ്പെടുന്നൊരു വ്യക്തിക്ക് മാത്രമേ ഈ ദൈവവചനത്തിൻ്റെ ശക്തി അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിനെ ഒരുപാട് മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യുവേ, ദുർവ്യാഖ്യാനം നടത്തും ഇത്. കാരണം അവരിങ്ങനെ തട്ടിക്കളിക്കുവേ. അവിടെ ശരിക്കും ജീവനുള്ള വചനം, ആ വചന ഹൃദയത്തിലേക്ക് വന്നാൽ അത് നമ്മൾ രൂപാന്തരീകരണം നൽകും, അത് നമുക്ക് സൗഖ്യത്തിൻ്റെ ശക്തി നൽകും. ഇത് നമ്മൾ പോകുന്ന വഴിയിൽ അത്ഭുതം ഉണ്ടാകും. കാരണം ദൈവവചനം ഈശോയാണ്. യോഹന്നാൻ 14:15 വചനമുണ്ട്. 23 വചനം പറയും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമർപ്പിക്കും. കണ്ടോ, ഞങ്ങൾ വരിക. ഇപ്പോൾ ദൈവവചനത്തെ സ്വീകരിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവം വന്ന് വസിക്കും. ഒരാൾ ആത്മാർത്ഥമായിട്ട് ദൈവവചനം ഭക്ഷിക്കാൻ തുടങ്ങിയാൽ, തിരുസഭ അത് രൂപപ്പെട്ടത് തന്നെ ദൈവവചനത്തിലാണത്. ഈശോയാണ്, അത് ദൈവവചനമാണ് നയിക്കുന്നത്. ഓരോ പരിശുദ്ധ ബലിയിലും കുർബാനയിലും മുഴുവൻ ദൈവവചനമാണ്. ആദ്യത്തെ പ്രാർത്ഥന മുതൽ അവസാനത്തെ പ്രാർത്ഥന മുഴുവൻ ദൈവവചനങ്ങൾ കോർത്തിണക്കിയാണത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ വചനം നമുക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം അവിടെ മാംസം ധരിക്കുന്ന, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന കാണാൻ പറ്റും. ദ മിറാക്കുലസ് പവർ ഓഫ് ദി വേർഡ് ഓഫ് ഗാഡ്. അതറിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീരുവേ, നമ്മുടെ വിഷമം മാറും. ഒരുപാട് പേര് എന്തോ ഒരു അസ്വസ്ഥതയില്ല, ലോകം മുഴുവൻ അസ്വസ്ഥതയില്ല. കാരണം ദൈവവചനം കിട്ടുന്നില്ല. ആമോസിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവസാന നാളുകളെക്കുറിച്ച് പറയുമ്പോൾ ആമോസ് പറയുന്നൊരു കാര്യം ഇതാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ ആമോസ് പ്രവാചകൻ പറയും, അനേകർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് പറയും. കാരണം ദൈവവചനം കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആളുകൾ ഓടി നടക്കും. ആമോസ് 8:11-12 ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ക്ഷാമം അയക്കും. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനോ ക്ഷാമമോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ഏറ്റവും വലിയ ക്ഷാമം ദൈവവചനം കിട്ടാതെ പോകുമ്പോഴാണ്. ദൈവവചനം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വെറും അപകടങ്ങളിലേക്ക് നമ്മൾ പോകുവേ. അതിന് അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ചില സമയത്താണ് ഈ ദൈവവചനം വരുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ പോയിട്ടില്ല, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളങ്ങ് ചെല്ലുമ്പോൾ കിട്ടില്ലെന്ന് പറഞ്ഞത്. ദാഹിച്ച് മേടിക്കേണ്ട സംഭവമാണിത്. അപ്പോൾ ഈ ദൈവവചനത്തിന് വില കൊടുക്കുക, ആ വചനാധിഷ്ഠിതം ജീവിക്കുക. അപ്പോഴാണ് അവിടെ കൃപയോടുന്നത്, ദൈവത്തെ അനുസരിക്കുന്നവരായി മാറുക. പ്രൈസ് ദി ലോർഡ്. അത് ഈശോ പറയുന്ന വചനമതല്ലേ? ഈശോ പറഞ്ഞത്, ഈശോയിൽ വിശ്വസിക്കുന്നവരോട് ഈശോ പറയുന്ന കാര്യമുണ്ട്. അതായത് നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കാനാണ് ഈശോ അവരോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ വിശ്വസിക്കുക പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:29 യേശു മറുപടി പറഞ്ഞു. 28-29 ഒരുമിച്ച് വായിക്കാം. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, അവൻ്റെ വചനങ്ങളെ വിശ്വസിക്കുക.
അവൻ്റെ വചനങ്ങൾ ഭക്ഷിക്കുക, ആ വചനം ഹൃദയത്തിൽ നിറയ്ക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് വിടുതൽ കിട്ടും. ബന്ധം എനിക്ക് ഉറപ്പാണ്. എന്നോട് ഞാൻ പണ്ടോർക്കുക, ദൈവവചനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ പറയായിരുന്നേ, ദൈവവചനം ഉള്ളിലുണ്ടെങ്കിൽ പിശാച് അലറിക്കൊണ്ട് നമ്മുടെ അടുത്തുനിന്ന് പോകും. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ സാത്താൻ ഓട്ടിപ്പോവും. നമ്മൾ പറയുന്നതിന് മുമ്പേ അത് ഓട്ടിപ്പോവും. സാത്താനെ ബന്ധിക്കാൻ പറ്റും. കാരണം ഈശോ ദൈവവചനമുണ്ട്. ഈശോ ദൈവവചനമാണ്. അതാണ് മർക്കോസ് സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം പറയേ. അവിടെ ഈശോ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുമ്പോൾ പറയുന്നത്, മൂകനും ബധിരനുമായ ആത്മാവെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ അവനെ വിട്ടുപോകുക. അതൊക്കെ ഈശോ ദൈവവചനമായതുകൊണ്ട് ആ ദൈവവചനം കേൾക്കുമ്പോൾ അതിന് സത്താൻ്റെ ശക്തികൾക്ക് അവിടുന്ന് മാറി പോകാതിരിക്കാനാവില്ല. സിനഗോഗിൽ ഈശോ വചനം കൊടുക്കുമ്പോൾ പിശാച് ഇളകുന്നുണ്ട്. അതിൻ്റെ കാരണം ഈശോ ദൈവവചനമാകുമ്പോൾ അത് തിന്മയുടെ ശക്തികൾ ഇളകും, ഉറപ്പാണ്. ശരിക്കും ദൈവവചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവിടെ ഇവിടെ എല്ലാം പിശാചുകൾ ഇളകും, പൈശാചിക ബാധയുള്ളവർ ഇളകും. കാരണം അതങ്ങനെയാണ് അതിൻ്റെ പ്രവൃത്തി. മർക്കോസ് സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. അവർ കഫർനാമിലെത്തി സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെ അല്ല, അധികാരമുള്ളവരെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? കൊണ്ടോ ദൈവവചനം ചെല്ലുമ്പോൾ അവിടെ ചില പൈശാചിക ശക്തിയിൽ നശിപ്പിക്കപ്പെടും, ഉറപ്പത്, അതിനറിയാത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശുവിനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു പോവുക. ആ നിമിഷം പോയി. കാരണം ഈശോയിൽ ദൈവത്തിൻ്റെ വചനം, ഈശോ ദൈവത്തിൻ്റെ ആത്മാവ് ഈശോയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും കാണാം. അവരിൽ ദൈവവചനം, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകളെല്ലാം അതേപടി സംഭവിക്കുകയാണ്. വലിയ വെളിപ്പെടുത്തൽ കിട്ടുകയാണ്, സൗഖ്യങ്ങൾ സംഭവിക്കുക, പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോവുക, അസ്വസ്ഥകൾ വിട്ടുക. ഹല്ലേലൂയ. വിശ്വ ആരാധന, എല്ലാ തടസ്സങ്ങളും മാറിപ്പോട്ടെ, എല്ലാ പൈശാചിക പീഡകളും വിട്ടുപോട്ടെ, എല്ലാ നിരാശയും വിട്ടുപോട്ടെ. ദൈവകൃപ ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ സംഭവിക്കട്ടെ. അപ്പോൾ ഈ വചനം ദൈവവചനത്തിനാണ്. അതുകൊണ്ട് ഹൃദയം തുറക്കണം, ദൈവവചനത്തിനായിട്ട് ഹൃദയം തുറക്കണം. വെളിപാടിൻ്റെ 3:20 പറയുന്നത് പോലെ ദൈവവചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ നാം ദൈവസന്നിധിയിൽ തുറന്നു കൊടുക്കണം. സ്വീകരിക്കാതെ വരില്ലത്, സ്വീകരിക്കണം. യോഹന്നാൻ 1:12 പറയുന്ന പോലെ അവനെ സ്വീകരിച്ചവർക്കെല്ലാം, നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. സ്വീകരിക്കുക, സ്വന്തമാക്കുക, വെൽക്കം ചെയ്യണം, ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം ഈശോയുടെ സാന്നിധ്യം. അപ്പോഴേ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുകയുള്ളൂ, പൈശാചിക ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുകയുള്ളൂ. ഇതിന് വീണ്ടും കാണാൻ പറ്റും. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം പറയും. അവൻ തുടർന്നു, മനുഷ്യപുത്രൻ, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ദൈവവചനം ചെവി തുറന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ടത് ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി. അത്ഭുതം ഉണ്ടാകുന്നത്. ഹൃദയത്തിലോട്ട് സ്വീകരിക്കണം. അത് അത്ഭുതങ്ങൾ നടക്കും, അത് ഹീലിംഗ് നടക്കും. അതാണ് സങ്കീർത്തനം 119-ന്റെ 11-ാമത്തെ വചനം പറയും, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഈ ദൈവവചനം ഈശോ തന്നെയാണ്, ഈശോ തന്നെയാണ് ദൈവവചനം.
ആ വചനം സ്വീകരിക്കണം. അത് കൃപ കിട്ടുന്ന അവിടെയാണ്. കൃപയെന്ന് വരുന്നത് ഈ വചനത്തിലൂടെ. ദൈവവചനം ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതാണ് കൃപ. അതാണ് യോഹന്നാൻ 15-17 വചനം വായിക്കുമ്പോൾ കൃപയും സത്യം ഈശോയിലൂടെ 18-19 എല്ലാം പറയും. കൃപയൊഴുകുക. അത് ഭാഗ്യമാണ് ദൈവവചനം സംസാരിക്കാൻ. നാവുകൾ പാപത്തിനായിട്ട് കൊടുക്കരുത്. ജെറമ്യ 15-19 പറഞ്ഞ പോലെ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെ, നിൻ്റെ നാവ് എൻ്റെ നാവ് പോലാവും, നീ എൻ്റെ നാവ് പോലാവും. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ അത്ഭുതകരമായിട്ട് മാറും. ഈശോയുടെ വചനം സംഭവിക്കുക. അപ്പോൾ ആ ഈശോയെ മറ്റുള്ള അറിയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുവിശേഷ പ്രഘോഷണം. സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് ഭാഗ്യമാണ്. സുവിശേഷം തന്നെ പ്രസംഗിക്കണം, മറ്റൊന്നും നമ്മൾ പ്രസംഗിക്കരുത്. എഫേസോസ് ലേഖനത്തിൻ്റെ 6:17 പറയും, സാത്താനെതിരെ എന്താണ് എടുക്കേണ്ടത്? ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ. ആത്മാവിൽ ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ മാത്രമേ പിശാച് വിട്ടുപോകുള്ളൂ. ഒരു കാര്യം, പിശാചത്തിന് അരൂപിയാണ്. ആ അരൂപിയെ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് ഏറ്റുമുട്ടാൻ പറ്റത്തില്ല. നമ്മുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിവുകൊണ്ടോ ഒന്നും ഏറ്റുമുട്ടാൻ പറ്റത്തില്ല. അതിനെ തകർക്കാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ, ദൈവവചനം തന്നെ ഉപയോഗിക്കണം. ആ വചനം നമ്മുടെ അധരത്തിലൂടെ പോകണമെങ്കിൽ ഈ വചനം നമ്മൾ മൂവ് ചെയ്യുന്നത് ഹൃദയത്തിലാണെങ്കിലേ അത് അഭിഷേകമായ അരൂപിയായി ഒഴുകുള്ളൂ. വെറും അധരത്തിലോ ബുദ്ധിയിലോ ഇരുന്നൊന്നും അത് ആത്മാവായിട്ട് ചലിക്കത്തില്ല. ആത്മാവായിട്ട് ചലിക്കണമെങ്കിൽ അത് ഹൃദയത്തിൽ തന്നെ ആ വചനം ഇരിക്കണം. ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മനസ്സാന്തരം ഉണ്ടാകും, ജീവിത നവീകരണം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇവിടെയാണ്. അതുകൊണ്ട് ഈ വചനം വിശ്വസിക്കുക. അപ്പം അത് ചില ആളുകൾ ദൈവത്തിൻ്റെ ഇടപെടൽ, ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ചില സംഭവങ്ങളുടെ പിന്നെ നോക്കിയോ, ഇപ്പോൾ ഈ ബൈബിൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം അവിടെ ദൈവവചനത്തെ അവരങ്ങ് വിശ്വസിച്ച് സ്വീകരിച്ചു. നമ്മളൊക്കെ ഒന്ന് വിശ്വസിക്കണമെങ്കിൽ അതും അറിയണം. അതിൻ്റെ മുഴുവൻ പഠിച്ച് വരുമ്പോഴത്തേക്കും ഉള്ള വിശ്വാസം കൊണ്ട് പോവുകയാണ് പലരുടെയും. അബ്രാഹത്തോട് ദൈവം പറയുന്നൊരു വചനം, അബ്രാഹം അത് വിശ്വസിച്ചു. അപ്പം തന്നെ അത് അവന് നീതീകരണമായി മാറിക്കഴിഞ്ഞു. 100 വയസ്സായ അബ്രാഹത്തിന് 80 വയസ്സായ സാറയ്ക്ക് ദൈവം ഒരു കുഞ്ഞിനെ ഇസ്ഹാക്കിന് കൊടുക്കുമ്പോൾ അവരൊക്കെയാണ് ഈ വചനത്തെ മാംസം ധരിപ്പിച്ചത്. വചനത്തെ മാംസം ധരിപ്പിക്കാൻ കാരണം ആ വചനം അവർ സ്വീകരിക്കുന്നു, സ്വന്തമാക്കുന്നു. ആരാണ് വലിയവർ? അറിവ് കൂടിയവരല്ല. അറിവ് കൂടിയവർ ചില സംഭവങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആരാണ്? ലോക ചരിത്രം പഠിച്ചു, സഭാ ചരിത്രം പഠിച്ചു, വിശ്വാസത്തിൻ്റെ ചരിത്രം, പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചു, എല്ലാ അപ്പസ്തോലന്മാരെ കുറിച്ച് പഠിച്ചു. അവരെന്താണ് വിദ്യാഭ്യാസം? അവരുടെ വിദ്യാഭ്യാസം എന്താണ്? ഒറ്റ കാര്യമുള്ളൂ, അവരാ ദൈവവചനത്തെ വിശ്വസിച്ച് സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അവരിൽ കൃപയുണ്ടാകാൻ കാരണമായി തീർന്നത്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും
എൻ്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. രണ്ട് കരമയോ സ്തുതിക്കുന്ന ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന. തകർച്ചകൾ എടുത്ത് മാറ്റണമേ. ഈ സമയത്ത് അങ്ങയുടെ മഹത്വം വെളിപ്പെടണമേ. എല്ലാ മക്കളിലും അങ്ങയുടെ മഹത്വം വെളിപ്പെടണമേ. ഈ ജനത്തിന്റെ മേൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടണമേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. വിശുദ്ധി തരണമേ. വിശുദ്ധി, വിശുദ്ധി, വിശുദ്ധിക്ക് വേണ്ടി. ഹല്ലേലൂയ, ആരാധന, ആരാധന. കരങ്ങൾ വിരിച്ചു പിടിക്കാം. ദൈവമക്കളെ, ഇതാ കർത്താവായ ഈശോ തിരുവോസ്തുരൂപനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സമയം ജീവിതം മുഴുവൻ തുറക്കണം. കർത്താവിന് മുമ്പിലെല്ലാം സമർപ്പിക്കുക. വെളിപാടിൻ്റെ 3:20 ഞാൻ വാതിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. പരിശുദ്ധാത്മാവേ വരേണമേ, അഭിഷേകം പകരേണമേ. പരിശുദ്ധാത്മാവേ നീ വന്നിടണേ, അഭിഷേകം പകരേണമേ. ജ്ഞാനത്തിൻ അഭിഷേകം, കൃപയുടെ അഭിഷേകം, വിശുദ്ധിതൻ അഭിഷേകം പകരേണമേ. ജ്ഞാനത്തിൻ അഭിഷേകം, കൃപയുടെ അഭിഷേകം, വിശുദ്ധിതൻ അഭിഷേകം പകരേണമേ. പരിശുദ്ധാത്മാവേ നീ വന്നിടണേ, അഭിഷേകം പകരേണമേ. പരിശുദ്ധാത്മാവേ നീ വന്നിടണേ, അഭിഷേകം പകരേണമേ.